എൻ്റെ പേര് ത്രേസ്യ, തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. മോൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവനെ വിവാഹാലോചന 28 വയസ്സിലോട്ട് ഞങ്ങൾ തുടങ്ങി. പക്ഷേ അവൻ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ 33 വയസ്സായപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കല്യാണമൊന്നും കഴിക്കാനില്ല, എനിക്ക് അപ്പച്ചനും അമ്മയും മാത്രം മതി, കല്യാണമൊന്നും വേണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അങ്ങനെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് അനുയോജ്യമായൊരു ജീവിത പങ്കാളിയെ കിട്ടി. അവൻ്റെ വിവാഹം ഞാൻ ഡേറ്റിട്ട് ഇവിടെ അച്ഛൻ പറഞ്ഞു, ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 2024 നവംബർ 18 ആകുമ്പോഴേക്കും അവൻ്റെ വിവാഹം ശരിയാവണമെന്ന് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു. അത് അങ്ങനെ ഡേറ്റ് ഇടാൻ കാരണം 2018 നവംബർ എൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് അവൻ്റെ കല്യാണം ശരിയാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. 22 ആകുമ്പോഴേക്കും അവൻ്റെ വിവാഹം ശരിയായി, ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ 2025 22/1/25 വിവാഹം കഴിഞ്ഞു. അവന് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ വിവാഹത്തിന് ഞാനും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഒരു മകളെ സ്വീകരിക്കാൻ വേണ്ടി ഞാനും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് മാതാവ് എന്നെ ഒരുക്കി. അങ്ങനെ വിവാഹം മംഗളകരമായി നടത്തി തന്നു. അതുപോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ECG എടുത്തപ്പോൾ വളരെ വേരിയേഷനുണ്ട്. അങ്ങനെ എക്കോ എടുത്തു, അതിലും വേരിയേഷൻ. TMT എടുത്തു, അതിലും വേരിയേഷൻ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 1 മാസത്തെ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചു. വീണ്ടും വേദന കൂടി. മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടും ഒരു കുറവും കാണുന്നില്ല. അങ്ങനെ ഞങ്ങളാകെ വിഷമായി. 2-3 ഡോക്ടറെയൊക്കെ മാറി കാണിച്ചു. എല്ലാവരും ഇതന്നെയാണ് ഡിസൈഡ് ചെയ്യണത്. അങ്ങനെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ആൾക്ക് ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ ഉടമ്പടി തൈലും ഉപ്പും ഒക്കെ ആൾക്ക് 1 മാസത്തോളം കൊടുത്തു. പിന്നെ വന്ന് ടെസ്റ്റ് ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് ബ്ലീഡിങ് നിൽക്കാറായി. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് വല്ലാത്ത ബ്ലീഡിങ്ങാണ്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഫൈബ്രോയിഡ് ഉണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ അപ്പോഴേക്കും കൊറോണയായിപ്പോൾ ഞാൻ ഹോമിയോ മരുന്നിൽ ആശ്രയിച്ചു. ഹോമിയോ മരുന്ന് കഴിച്ചപ്പോൾ പിന്നെ സ്റ്റോപ്പായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മാതാവിനോട് പ്രാർത്ഥിച്ചതല്ല, ഹോമിയോ മരുന്ന് കഴിച്ചതിലായിരിക്കും കുറവായെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 മാസമായിട്ട് 1 വർഷം നിന്നിരുന്ന ബ്ലീഡിങ് വീണ്ടും തുടർന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം. മാതാവ് തന്നെ ഉപ്പും തൈലം ഞാൻ അടിവയറ്റിൽ ഇങ്ങനെ കുരിശിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അതും നിന്ന് കിട്ടി. അപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ഇനി ഞാൻ ഡോക്ടറെ കാണിക്കുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഒരു പ്രശ്നമില്ല. കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. സങ്കീർത്തനങ്ങൾ 34, 6, 7 തിരുവചനങ്ങൾ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ത്രേസ്യ വിൽസൺ എന്ന ഈ സഹോദരി, ജീവിത പങ്കാളി, മകൻ്റെ ജീവിത പങ്കാളി എന്നിവർ വലിയ സന്തോഷത്തോടുകൂടി ഈ അൾത്താരയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തേത് മകൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള നിയോഗമായിരുന്നു. ഒത്തിരി ആഗ്രഹത്തോടുകൂടി കുടുംബം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മകനും കുറച്ച് നാളായി ഒരു വിവാഹത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുകയും ആലോചനകൾ നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവൻ തന്നെ
വിവാഹം ശരിയായി വരാത്തത് കൊണ്ട് വിഷമിച്ചിരുന്നു. അങ്ങനെ അവസാനം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. നവംബർ 18 മകൻ്റെ വിവാഹം ശരിയാക്കി തരണം എന്നതാണ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അമ്മ പറയുന്നു, നവംബർ 18 ഇപ്പോഴുള്ള വിവാഹത്തിൻ്റെ പ്രപ്പോസൽ വന്നു. ഈ ജനുവരി 22 വിവാഹം നടക്കുന്ന വിധത്തിൽ എല്ലാം ക്രമീകരിച്ചു തന്നു. അത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്മീയ പക്വതയുടെ ഒരു ലക്ഷണമാണ്. ഉടമ്പടിയിൽ സ്ഥിരതയോടെ നിലനിൽക്കുക, അതിൻ്റെ നിബന്ധനകൾ നന്നായി പാലിക്കുക, അമ്മ മാതാവുമായി നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ആത്മബലമുള്ളവരാണ് ദൈവസന്നിധിയിൽ അമ്മ മാതാവിനോട് കാര്യങ്ങൾ ചോദിച്ച് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ അനുദിനമുള്ള അമ്മയും അപ്പനും രണ്ടുപേരും എല്ലാ ദിനവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരാണ്. 15 ദിവസത്തിലൊരിക്കൽ കുമ്പസാരിക്കുന്നവരാണ്. രാവിലെ ദൈവവചനം സ്ഥിരമായി വായിക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ പ്രവൃത്തി ചെയ്യുവാൻ എപ്പോഴും ഉത്സാഹമുള്ളവരാണ്. ആ മാതാപിതാക്കളുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ ഒരു മെറിറ്റാണ് ശരിക്കും മകന് വേണ്ടി ഒരു വിവാഹത്തിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ച് നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടാമത് അപ്പച്ചൻ്റെ ശാരീരിക രോഗാവസ്ഥയാണ്. അത് വല്ലാതെ ആശങ്കപ്പെട്ടു പോയ ദിവസങ്ങളുണ്ട്. രോഗം ഗുരുതരമാകും, കഠിനമാകുമോ, വലിയ സാമ്പത്തിക ചെലവിലേക്ക് രോഗം മാറുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട നാളുകളിൽ അത് അവസാനത്തെ പരിശോധനയ്ക്കും ആൻജിയോപ്ലാസ്റ്റി പോലെ ചെയ്യുവാനുമുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ അത് സൗഖ്യത്തിലേക്ക് മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ അപ്പച്ചൻ നല്ല ആരോഗ്യം വീണ്ടെടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമത്തത് സഹോദരിക്കുണ്ടായ വളരെ ഗുരുതരമായ തുടർച്ചയായ ബ്ലീഡിങ്ങിൻ്റെ വിഷയമാണ്. അതും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും അമ്മയിൽ സമർപ്പിച്ച് സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതും അമ്മ മാതാവ് സഹായിച്ചു കൊടുത്തതിനെ ഈ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഈ കുടുംബം ഒരുമിച്ച് അമ്മയിലൂടെ ലഭിച്ച വലിയ സംരക്ഷണത്തിന് ഓരോ കാര്യവും അമ്മ മാതാവിൻ്റെ അരികിൽ ചോദിക്കുമ്പോൾ അതൊക്കെയും നൽകി അനുഗ്രഹിക്കുന്ന സന്തോഷത്തിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യത്തെ സാക്ഷ്യത്തിൽ മകന് ലഭിച്ച ജോലിയെക്കുറിച്ച് അവർ ഇവിടെ പങ്കുവച്ചിരുന്നു. നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടി നമ്മളെ 30 ദിവസത്തേക്കോ 90 ദിവസത്തേക്കോ അല്ല നമ്മളെ ചേർത്ത് നിർത്തുക. ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഏതൊരവസരത്തിലും നമുക്കൊരു സംരക്ഷണം, നമുക്കൊരു സഹായം, നമുക്ക് ദൈവികമായ ജീവിതം മുന്നോട്ട് പോകുവാനുള്ള വഴികൾ കാണിച്ചു തരുന്ന ഒരു വലിയ ബലവും പ്രചോദനവും നൽകുന്നതിന് അമ്മ മാതാവ് കൂടെ വരുന്നു, കൂടെ നിന്ന് സഹായിക്കുന്നു. ഈശോയുടെ അരികിൽ നമ്മുടെ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വേഗത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിത്തരുന്നു. അത് ഈ ഉടമ്പടി പ്രാർത്ഥന പ്രവർത്തന പദ്ധതിയുടെ ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്കും ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസിച്ച് നന്മകൾ നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. ഈ കുടുംബത്തിൻ്റെ എല്ലാ നന്മകൾക്കും അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.